നോണ പറയണ്ട കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഗവൺമെൻറ് സീറ്റ് ഉറപ്പിച്ചു ഓൺഗോയിങ് ബാച്ചിൽ തന്നെ. അപ്പോൾ ഒരു സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എൻ്റെ ആദ്യ മോൾ ഡോക്ടർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറെ സന്തോഷത്തിലാണുള്ളത്. എന്താണെന്നല്ലേ, എൻ്റെ മക്കൾ 10ാം ക്ലാസ്സിലേക്ക് വളരെ കുഞ്ഞു കുട്ടികളായി 10ാം ക്ലാസ് പാസ്സായി വന്ന് ഇപ്പോൾ വളരെ വലിയ റിസൾട്ടുമായിട്ട് അവർ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഒരുപാട് കുട്ടികൾ അതിനകത്ത് പബ്ലിക് എക്സാമിൻ്റെ +2ൻ്റെ റിസൾട്ട് വന്നു. JEE എക്സാം മെഡിക്കലാണ് അവർ പ്രിപ്പയർ ചെയ്തതെങ്കിൽ പോലും JEE എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഒപ്പം നീറ്റ് എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് സ്കോറുമായിട്ട് എൻ്റെ മുന്നിൽ ഒരുപാട് കുട്ടികൾ. ഇപ്പോൾ നമ്മോട് കൂടെ ചേരുന്നത് ഹാദിയാണ്. ഹാദിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിത്തൗട്ട് റിപ്പീറ്റിംഗ്, പൊതുവേ നമ്മളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഒരുപാട് ആളുകൾ ഗവൺമെൻറ് MBBS സീറ്റൊക്കെ ഉറപ്പിക്കാറ്. ഇത് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ആദ്യ ബാച്ചിൽ നിന്ന് തന്നെ പൊൻതിളക്കമാർന്ന വിജയമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും MBBS സീറ്റ് ഗവൺമെൻറ് സീറ്റിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പുള്ള ഹാദിയയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഹാദിയോട് തന്നെ ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യ വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു എക്സ്പെക്റ്റേഷൻ? എസ്പെഷ്യലി നീറ്റിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു എക്സ്പെക്റ്റേഷൻ ഫസ്റ്റ് ഡേ വന്ന്, അല്ലെങ്കിൽ ആ ഒരു കാലത്ത്? ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യണം, പിന്നെ നീറ്റും ക്രാക്ക് ചെയ്യണം. അത് നല്ലപോലെ പറ്റി. ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് +2ൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റി. ഒരട്ടം കൂടി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ശരിക്കും നീറ്റിൽ പുതുതായി വരുന്ന കുട്ടികൾ, അവരോട് പറയാനുള്ള ഒരു സാധനം ചോദിക്കുന്ന സമയത്ത് പ്രിപ്പറേഷൻ ലെവൽ ഭയങ്കര സുഖമാണോ, ഈസിയാണോ, എന്താണ്? +1ഉം +2ൻ്റെ കൂടെ പഠിക്കുമ്പോൾ ഫസ്റ്റൊക്കെ നല്ല സുഖമായിട്ടിരുന്നാണ്ട് നമ്മളൊരു ഇതിൽ തന്നെ പഠിച്ചു പോകാൻ പറ്റും. സ്ട്രെസ്സൊന്നും അത്ര ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റൊക്കെ മൈക്രോ ബാച്ച് ഉണ്ടാക്കി വരുന്നത്, അപ്പോൾ ഒരു റിപ്പീറ്റേഴ്സിൻ്റെ അതേ മൈൻഡ് വരും ലാസ്റ്റ്. അപ്പോൾ കുട്ടികളിപ്പോൾ നേരത്തെ മൈക്രോ ബാച്ചിൽ എത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ കാണുന്നവർക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്താ മൈക്രോ ബാച്ച് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തുള്ളൂ. ഒരു 3 മാസത്തിന് +2 നല്ല മാർക്ക് പഠിക്കുന്ന കുട്ടികളെ കോഴിക്കോട് എയിംസ് ബാച്ചിൻ്റെ റിപ്പീറ്റേഴ്സിൻ്റെ കൂടെ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയ സമയത്ത് എങ്ങനെയായിരുന്നു? ശരിക്കും നമ്മൾ +1 +2 കഴിഞ്ഞവരാണ്. അവരൊക്കെ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന മക്കളായിരിക്കും. അതിലേക്ക് അങ്ങ് വന്നപ്പോൾ ഒരു സഹവാസം എത്രത്തോളം എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? ഇവിടുന്ന് കുറച്ച് നമ്മൾക്ക് അത്ര അറിയില്ല, എങ്ങനെ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ എങ്ങനെയൊന്നും അല്ലാതെ അറിയണ്ടാവില്ല. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും റിപ്പീറ്റ് എന്താണ്, നീറ്റ് എന്താണ്, അങ്ങനെ ഒരു ഐഡിയ കിട്ടണം അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ എയിം കുറച്ചുകൂടി ഷാർപ്പനായോ, അതല്ല കുറച്ചും കൂടി ഇടങ്ങാറോ, എന്താ ഫീൽ ചെയ്ത്? ഷാർപ്പനായി കുറച്ചുകൂടി അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും എന്താന്ന് മനസ്സിലായത്, എങ്ങനെ ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നല്ല മനസ്സിലായി. എത്ര ഇൻറ്റൻസീവായിട്ട് ചെയ്യണം എന്നുള്ളത്, കാരണം അവരൊക്കെ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ? അപ്പോൾ നന്നായിട്ട് അങ്ങനെ ഫീൽ ചെയ്തു. ഇപ്പോൾ എത്ര മാർക്ക്? ഞാൻ മാർക്സ് ചോദിച്ചില്ല, ഞാൻ തള്ളി ഇങ്ങോട്ട് കയറി എന്നല്ലാണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നീറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്കോർ എത്രയാണ്? ഒരു 550ൻ്റെ ഒരു റേഞ്ച്. 550 നല്ല സ്കോറാണ്. ഈ സമയത്ത് നല്ല സ്കോറാണല്ലോ അല്ലേ? ഓൺഗോയിങ് ബാച്ചിൽ നിന്ന് 550 ഒക്കെ അടിക്കുക എന്ന് പറയുമ്പോൾ നല്ല സ്കോറാണ്. അപ്പം സാധാരണ എല്ലാവരും ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂവിന്, പേഴ്സണൽ കൗൺസിലിങ്ങിന്, അല്ലെങ്കിൽ നമ്മൾ സെഷൻ ചെയ്യുമ്പോഴൊക്കെ ഉള്ള എല്ലാവരും പ്രശ്നം എന്താ അറിയാതെയാ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിൻ്റെ മാർക്ക് കുറയൂലേ? എങ്ങനെയായിരുന്നു? ഒന്ന് എനിക്ക് വേണ്ടത് മോളുടെ മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ സാധനം എന്താണ് അതിനെക്കുറിച്ച് പൊതുസമൂഹത്തോട് പറയാനുള്ളത്? എനിക്ക് 98 ആണ് പെർസെൻറ്റേജ് +2 ബോർഡ് എക്സാമിന്. രണ്ടും ഒരേ സിലബസ് ആയതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ്. ലാസ്റ്റൊക്കെ ഒരു മന്ത് അതിന് മാത്രം നോക്കിയാൽ മതി, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബോർഡ് എക്സാം ആണെങ്കിൽ കൂടെ നീറ്റ് നോക്കണം. 98 ഇപ്പോൾ ഗവൺമെൻറ് സീറ്റ് MBBSൽ ഉറപ്പിച്ച് കഴിഞ്ഞു. അതോടൊപ്പം 98% വാങ്ങി അല്ലേ? അപ്പോൾ നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പൊതുവേ എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പബ്ലിക് എക്സാമിൽ പോകുമോ എന്നുള്ള ആദ്യമുള്ള കുറേ രക്ഷിതാക്കളുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ശരിക്കും ഒന്ന് കുറച്ച് ഇൻറ്റൻസീവ്, കുറച്ചും കൂടി ഹയർ എൻഡ് പഠിക്കുന്നു. അപ്പോൾ ഇത് എന്തായാലും ഇത് കടന്നിട്ടാണ് അങ്ങോട്ട് എത്തുള്ളൂ അല്ലേ? അപ്പം JEE എഴുതിയിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു പെർസെൻറ്റേജ്? 97.9. ഓ 98 എന്ന് പറയാം അല്ലേ? അപ്രോക്സ് ഒരു 7.9. ഓക്കെ ഫൈൻ. അപ്പം 97.9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു NITയിൽ കിട്ടാൻ വേണ്ടി പറ്റുന്നൊരു പെർസെൻറ്റേജിലാണ്. പബ്ലിക് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന്, അതായത് എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു?
IKT ചെറുകുളം. ഗവൺമെൻറ് സ്കൂളാ? എയ്ഡഡ് സ്കൂൾ. ഓക്കെ. അപ്പോൾ എയ്ഡഡ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിരുന്നു ഇവിടെ വന്നപ്പോൾ കണ്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ മാറ്റങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ ഈ മാറ്റങ്ങളാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട്? കുറച്ചുകൂടി ഒരു പഠിത്തത്തിനാണ് പ്രാധാന്യമുള്ളത്. ആർട്സ് സ്പോർട്സ് രണ്ടും ഉണ്ട്, പക്ഷെ കൂടുതൽ പഠിത്തത്തിനാണ്. അപ്പോൾ ഒരു കളിയും ഇതൊക്കെ കുറച്ച് കുറയും. നമ്മള് കൂടുതൽ ഫോക്കസ്ഡ് ആയി പഠിക്കുക, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിലേക്ക്. ഇവിടെ ആകുമ്പോൾ ഫോക്കസ് ആയിക്കൊണ്ട് പഠിക്കും. മറ്റൊരു +2 കൂടെ എല്ലാ എൻട്രൻസ് ചെയ്താലുള്ള ഒരു ഇതിലെത്തും ഇവിടെ നിന്ന് പഠിച്ചാൽ. ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഡോപ്പ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിലെ വ്യത്യസ്തങ്ങളായ പദ്ധതികളുണ്ട്. ചാപ്റ്റർ ഷൂട്ട്, അല്ലെങ്കിൽ മിഷൻ 300, അല്ലെങ്കിൽ മിഷൻ NCERT. ഇങ്ങനെ ഇഷ്ടപ്പെട്ടൊരു പദ്ധതി ഏതായിരുന്നു? മിഷൻ NCERT നല്ല. മിഷൻ NCERT എന്താ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്ക്, എങ്ങനെയായിരുന്നു എന്നുള്ളത്? ഗ്രൂപ്പ് ആക്കിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക. NCERTന്റെ നല്ല അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അടുത്ത ഗ്രൂപ്പിന് കിട്ടരുത് വിചാരിച്ച് നമ്മൾ ചോദിക്കുക. അപ്പോൾ അത്രയും നമ്മൾ എല്ലാവരും ഇത് വിചാരിക്കും, നല്ല ക്വസ്റ്റ്യൻ ചോദിക്കും വിചാരിക്കും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കും, ആ ചാപ്റ്റർ മൊത്തം പഠിക്കും. ബയോളജിക്ക് അത് ഭയങ്കര ഒരു ഇതായിരുന്നു, എല്ലാ ലൈനും ഓരോന്ന് പഠിക്കാൻ പറ്റും. അതോടൊപ്പം ഡെയിലി ഹണ്ട് ഒരു ആവറേജ് ഡെയിലി ഹണ്ട് 200ഉം 300ഉം 400 ഒക്കെ ആയിരുന്നല്ലോ അവസാനത്ത്. ഡെയിലി ഹണ്ട് എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. നമ്മൾ ഒരു ആവറേജ് എത്ര ക്വസ്റ്റ്യൻസ് ഒരു പെർ ഡേ കാണാറുണ്ടായിരുന്നു സത്യസന്ധമായി പറയുമ്പോൾ? 100 റേഞ്ചിൽ ഡെയിലി കാണാറുണ്ടായിരുന്നു അല്ലേ? 100 റേഞ്ചിൽ എല്ലാ എത്ര ഒരു ഒരു മാക്സിമം ഒരു 250 അല്ലെങ്കിൽ 200 ആ റേഞ്ച്, മിനിമം ഒരു 150 റേഞ്ചിൽ, ആ ഒരു റേഞ്ചിലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിംഗ് ഉണ്ട്. എന്തുകൊണ്ട് ഡോപ്പ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? കുറെ എൻ്റെ വീഡിയോസ് കണ്ട് യൂട്യൂബില്. ഇമ്മണ് എൻ്റെ കാര്യങ്ങൾ അക്കാദമിക്ക് കൂടുതലായിട്ട് നോക്കില്ല. അപ്പോൾ ഉമ്മക്ക് യൂട്യൂബിൽ കണ്ടിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഇമ്മ ഇങ്ങോട്ട് ഇട്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് കണ്ട് കയറിയതാണ്. എങ്ങനെ ഇവിടുത്തെ ഒരു പെക്യുലാരിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള വ്യത്യസ്തത എന്താണ്? മെന്റർഷിപ്പ് ഉണ്ട്, പിന്നെ ഡയറക്ടേഴ്സ് എല്ലാം ഡോക്ടേഴ്സാണ്. അപ്പോൾ ഓരെ കാണുമ്പോൾ തന്നെ നമുക്ക് മോട്ടിവേറ്റ് ആവും. പിന്നെ ഓരോ ദിവസത്തെ പ്ലാനും ഉണ്ട്, നമുക്ക് എല്ലാ ദിവസവും ഒരു പ്ലാനാക്കി തരും, ഇത് ചെയ്താൽ മതി. അതെ. ഡെയിലി ഒരു മോർണിംഗ് മീറ്റിംഗ് കാണിക്കാറുണ്ടല്ലേ എല്ലാ ദിവസവും രാവിലെ? എല്ലാ ദിവസവും അതിൻ്റെ ഒരു ഇത് എങ്ങനെയാണ് അത് നിങ്ങളെ ബാധിക്കുന്നത്? മോർണിംഗ് മീറ്റിംഗ് ഇല്ലാത്തപ്പോൾ പറഞ്ഞാൽ തീരെ എന്തോ ഒരു കുറവുള്ള പോലെ നമുക്ക് തോന്നും. എന്ത് മോർണിംഗ് മീറ്റിംഗ് കേട്ടുകൊണ്ട് കയറുമ്പോൾ ആ ഒരു ഇതിൽ എന്തൊക്കെയാണെന്ന് സാർ പറഞ്ഞുതരും. പിന്നെ എന്നും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, എല്ലാം കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട് പഠിക്കേണ്ടതല്ലോ, എന്നും മോട്ടിവേറ്റ് ആയിക്കാണ്ട് ഇരിക്കാൻ പറ്റണ ആ ഒരു ഇതിൽ സാറ് പറഞ്ഞുതരും. ഒപ്പം ഞാൻ ചോദിക്കുന്നത്, നേരത്തെ മോള് പറഞ്ഞു ഉമ്മ എന്നുള്ളൊരു ഫാക്ടർ. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിളിക്കാറുണ്ടായിരുന്നു. മോൾക്ക് അറിയോ എന്നറിയില്ല, പലപ്പോഴും ആദ്യം അറിയണ്ടെന്നൊക്കെ പറയും. ഉമ്മ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. എനിക്ക് ഒരു സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഉമ്മ എൻ്റെ ആദ്യ മോൾ ഡോക്ടറാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾക്കുള്ള ഇതിനുള്ള കഴിവും ശേഷിയൊക്കെ ഉള്ള കുട്ടിയാണ്, അവൾ എന്തായാലും ഡോക്ടറാവും. അങ്ങനെ എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും, കുറച്ച് ഞാൻ എന്നെ മാത്രം ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മ ഉണ്ടാവും, കുറച്ചൊന്ന് ചീത്ത പറയലും കുറച്ചൊന്ന് ഇത് ചെയ്യിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉമ്മ പറഞ്ഞൊരു ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. എന്താണ് തോന്നുന്നത്? ഓരോ ഇഷ്ടത്തിൽ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല, ഓരൊക്കെ എന്താണ് ഇഷ്ടം അത് ചെയ്തു കൊടുക്കുക, എൻ്റെ ആഗ്രഹം. ഇമ്മക്ക് പറഞ്ഞത് ഈ ഒരു മാർക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഇപ്പം നല്ല ആദ്യം കുറച്ച് സങ്കടം വന്നിരുന്നു അല്ലേ? കാരണം കുറച്ചാണോ മാർക്ക്? എനിക്ക് വിളിച്ചു, അപ്പോഴും നീ പുറത്ത് പോയപ്പോൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ എങ്ങോട്ടോ ഇവിടെ കുടുംബക്കാരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അന്ന് എനിക്ക് ഉമ്മ വിളിച്ചിട്ട് എന്തായാലും ചെയ്യുക, ആദ്യമോളെ മാർക്ക് കുറഞ്ഞല്ലോ എന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കട്ട് ഓഫും ഒക്കെ ആയിരിക്കും ഉമ്മാൻ്റെ ഓർമ്മയിലുണ്ടാവുക. ഞാൻ അപ്പം തന്നെ പറഞ്ഞു ആദ്യമോളെ ഈ പ്രാവശ്യം കയറുമോ എന്നൊക്കെ ചോദിച്ചതിനോട്, ഉറപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വലിയൊരു സംഭവമാണ്. നമ്മളൊക്കെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ശരിക്ക് ആദ്യം പഠിച്ചിട്ടുള്ളത് അല്ലേ? അതുകൊണ്ടാണ് ഇപ്പം പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്താ വരുന്ന കുട്ടികൾക്കോടും പ്രത്യേകിച്ച് പാരൻസിനോടൊന്നും ഒരു വാല്യൂയോ കമ്മിറ്റ്മെൻറ്റോ കടപ്പാടോ ഒന്നും ഇല്ലാത്ത കുറേയധികം മക്കളുണ്ട്. എന്നാൽ നല്ല കടപ്പാടുള്ള മക്കളുണ്ട് കേട്ടോ, ഞാൻ ഒന്നടങ്കം ആക്ഷേപിക്കൊന്നുമല്ല. അപ്പം എന്താണ് പുതിയൊരു തലമുറയോട് പറയാനുള്ളത്?
നമ്മളെ പേരൻസാണ് നമ്മളെ കൂടെ എപ്പോഴും നിൽക്കുക. നമ്മളിപ്പോൾ തോറ്റാലും ഒരു കുറച്ചുകൂടി സങ്കടം പറയും, പക്ഷെ എന്നാലും ഒരു നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഉന്നതി ഒരു കാണുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഓർക്കും അങ്ങോട്ട് കൊടുക്കുക റെസ്പെക്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ എക്സ്പെക്റ്റേഷനും സാധനങ്ങളൊക്കെ ഇപ്പോൾ ഡോപ്പ കുറേ കാര്യങ്ങൾ ഡോപ്പയിൽ നീ വിശ്വാസം അർപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം മോള് വിചാരിച്ച രീതിയിലേക്ക് ഡോപ്പയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? എങ്ങനെയാണ്? എല്ലാം ലാസ്റ്റ് വരെ എല്ലാം ചെയ്തു തന്നേന്. പിന്നെ സ്കൂളിന് നല്ല ഇതിൽ നോക്കിക്കണേ. റിപ്പീറ്റേഴ്സിനെക്കാട്ടി തോന്നുന്നത് സ്കൂളിനാണ് കുറച്ചുകൂടി മെയിനായി കണ്ട് ഒരു നോക്കുന്നത്. +2 കുട്ടികളൊക്കെ എടുത്താണ് അപ്പം തന്നെ എൻട്രൻസ് കിട്ടാനാണ് അവൾക്ക് കൂടുതലും ഒരു പ്രൊമോട്ട് ചെയ്യണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള എല്ലാം ചെയ്തു തന്നെ. ഫസ്റ്റ് പേജ് ചെയ്ത് ഞങ്ങൾ, പക്ഷെ അതിനൊരു കുറവും എടുത്തിട്ടില്ല, എല്ലാം ചെയ്തത്. അവസാനമായി ചോദിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻസിനെ പോലെ തന്നെ മോളെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി നിതാന്തമായ പരിശ്രമം നടത്തിയ കുറേ ആൾക്കാരുണ്ട് അല്ലേ? എന്താ ആ ടീച്ചേഴ്സ്, സാധനങ്ങൾ, എന്താ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ ഉള്ളത്? ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും നല്ല സപ്പോർട്ട് തന്നെ. എല്ലാവരും എന്നും മോട്ടിവേഷൻ കിട്ടിക്കാണ്ട് കൂടുതലായി പോലെ തോന്നിയിട്ടുള്ളൂ. പിന്നെ സാർ തന്നെ കുറേ എന്നും മോർണിംഗ് മീറ്റിംഗ് സാറാണ്. സാർ അടിപൊളിയായിക്കാണ്ട് എന്നും മോട്ടിവേറ്റ് ചെയ്ത് തരും. പിന്നെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ പഠിക്കാതെ താഴ്ന്നു പോകുന്ന സമയത്തൊക്കെ ഓരോന്നെ വന്നുകൊണ്ട് കൂടുതൽ പേഴ്സണലായിക്കാണ്ട് കണ്ട് കുറേ പറയും. പ്രിൻസിപ്പൾ സാറാണ് ഏറ്റവും കൂടുതൽ നല്ല നോക്കിക്കണത്. പിന്നെ എല്ലാ ഫാക്കൽറ്റിയും നല്ല ഇതിലാണ്. അതുപോലെ കോർഡിനേറ്റേഴ്സ് ആശിം സാറുണ്ട്, ദിൽഫാൻ ആൻസ്, ഇവിടെയുള്ള നാഫി സാർ, എല്ലാവരും എണ്ണി പറയാൻ നമുക്ക് കഴിയൂല. അപ്പോൾ നമ്മളിതിൻ്റെ സീരീസ് ഇനിയും തുടരും. ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് ബാച്ചിൽ നിന്ന് +1 +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് ക്രാക്ക് ചെയ്ത മക്കളായിട്ട് വീണ്ടും നമ്മൾ കാണും. ബാക്കിയുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കും സംവദിക്കാവുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് പിന്നെ കുറേ അതിഥികളുണ്ട്. ഇതുപോലെ മറ്റൊരു അതിഥിയായിട്ട് വീണ്ടും കാണാം.